ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. ഒഡീഷ സ്വദേശിയായ രാകേഷ് ബെർറയാണ് മരിച്ചത്. 3 പേർ കസ്റ്റഡിയിൽ. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നിഷയുണ്ട് വിവരങ്ങൾ നൽകാൻ. നിഷ, എപ്പോഴായിരുന്നു സംഭവം? ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളും ഇതര സംസ്ഥാന തൊഴിലാളികളാണോ? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ കുടിയേറി പാർത്തതിനു ശേഷം നിരവധി കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ ദിനം പ്രതി ഉണ്ടാകുന്നത്. ലൈംഗിക പീഡനമായിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, അങ്ങനെ ഓരോ ദിവസവും അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നൊരു ദിനമാണ് നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ത് നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്? അശ്വതി, മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളിക്ക് സമീപമുള്ള പൈനാപ്പിൾ സിറ്റിക്കടുത്താണ് ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അവിടെ പ്ലൈവുഡ് കമ്പനിയിലെ തൊഴിലാളി ഒഡീഷ സ്വദേശിയായ രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി അവിടെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ മദ്യപാനത്തെ തുടർന്ന് വാക്കുതർക്കമുണ്ടാകുകയും ഇയാൾക്കൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ശരത് മാരൻ എന്നയാൾ ഈ രാകേഷ് ബെഹ്റയെ കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ 3 തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ രാകേഷ് ബെഹ്റ മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരും ഒക്കെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ബാഹുല്യം കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ ഈ മയക്കുമരുന്ന് ഉപയോഗം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പോലീസ് പിടികൂടിയിരുന്നു. എന്തായാലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ സ്വഭാവം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രാകേഷ് ബെഹ്റ എന്ന ഒഡീഷ സ്വദേശിയാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഒപ്പം ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുത്തേറ്റ് മരിച്ചത്. അശ്വതി. ശരി നിഷ, വിവരങ്ങൾ വ്യക്തമാണ്.